ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ഫേസ് ഡി ബി വെക്കുന്നു. 3 ഫേസ് ഡി ബി വെക്കുന്ന സമയത്ത് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് 3 ഫേസ് ഡി ബി മാക്സിമം നമുക്ക് ഇതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യുന്ന 100 ആംപിയർ വരെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി നമ്മൾ വി ഗാർഡിൻ്റെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യമേ കാണുന്ന ഐസൊലേറ്റർ, തൊട്ടപ്പുറത്ത് കാണുന്ന ഇ എൽ സി ബി ആണ്. നീല ബട്ടൺ കാണുന്നുണ്ടോ, അതാണ് ട്രിപ്പ് ആവുന്നത്. ഇതിലാണ് നമ്മൾ ട്രിപ്പിങ് കാര്യങ്ങളെല്ലാം വരുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് സെലക്ടറിലേക്കാണ് വരുന്നത്. അതിനുശേഷം MCBകളുടെ 3 ഫേസ് വരുന്നത് 3 സെക്ഷനിലേക്കാണ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 3 ഫേസും ഉണ്ടാവും, ഒരു ന്യൂട്രൽ ഉണ്ടാവും. അത് നേരെ വരുന്നത് ഈ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്റർ നേരെ കൺട്രോൾ ചെയ്തതിന് ശേഷം ELCBയിലേക്ക് വരുന്നു. ELCBയിൽ നിന്ന് നേരെ സെലക്ടറിലേക്ക് വരുന്നു. അവിടെ നിന്ന് നേരെ MCBകൾ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സെലക്ഷൻ നോക്കുന്ന സമയത്ത് DB സെലക്ട് ചെയ്യുന്ന സമയത്ത് 6 വേ ആണോ 8 വേ ആണോ എന്നാണ് നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടത്. കാരണം ഒരു MCBയുടെ ഒരു ഫേസിൽ വരാവുന്ന MCBകളുടെ എണ്ണം 6 ആണെങ്കിൽ 6 വേ നമുക്ക് സെലക്ട് ചെയ്യാം. 8 എണ്ണം ആണെങ്കിൽ 8 എണ്ണം വെക്കാൻ പറ്റുന്ന ഒരു ഫേസിൽ തന്നെ 8 MCBകൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 3 എണ്ണം ആകുമ്പോൾ 8 3 24. അങ്ങനെ ടോട്ടൽ നമുക്ക് 24 MCBകൾ കൊടുക്കാൻ സാധിക്കും. 6 വേ ആകുമ്പോൾ 6 3 18 MCBയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സെലക്ടറിൻ്റെ ഇൻഡിക്കേറ്ററുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ഫേസ് മാത്രം, ഒരു ഫേസ് 3 ഫേസാണ് നമ്മുടെ വീട്ടിൽ കണക്ഷനെങ്കിൽ ഒന്നാമത്തെ റോട്ടറി സ്വിച്ച് 1ലേക്ക്, രണ്ടാമത്തെ സ്വിച്ച് 2ലേക്ക്, മൂന്നാമത്തെ 3ലേക്ക് ഇട്ടാൽ 3 ഫേസ് ഈക്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഫേസ് ഉണ്ട്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസ് കട്ടായെങ്കിൽ അപ്പോൾ ഒന്നാമത്തെ റോട്ടറി സ്വിച്ച് 1ലേക്കും ബാക്കി രണ്ടും 1ലേക്കും ഇട്ട് കൊടുക്കുക. ബാക്കി 2 ഫേസും കട്ടായിട്ടുണ്ടെങ്കിൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഏത് ഫേസാണോ കട്ടാവുന്നത് അപ്പോൾ ആ ഫേസ് ഉള്ള ആ സെലക്ടർ മാറ്റിയതിന് ശേഷം മറ്റുള്ള ഫേസിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ കറണ്ട് പോവുള്ളൂ. കാരണം ഫുൾ 3 ലൈനും പോകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ വീട്ടിൽ കറണ്ട് പോവുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഏതെങ്കിലും ലൈനിൽ നിന്ന് സപ്ലൈ നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 3 ഫേസും അതിൽ ഏതെങ്കിലും ഒരു ഫേസ് ഉണ്ടായാൽ മാത്രം മതി അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു റോട്ടറി സ്വിച്ചിൽ തന്നെ 3 ഫേസ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ 2 ഫേസ് ആണുള്ളതെങ്കിൽ 2 ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. 3 ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒട്ടും കറണ്ട് പോകാത്തൊരവസ്ഥ നമുക്ക് എപ്പോഴും 3 ഫേസ് കണക്ഷൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ലോഡ് എടുക്കുന്ന സമയത്ത് AC-യുടെ എണ്ണയൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ 3 ഫേസിൻ്റെ കണക്ഷൻ ഭാവിയിൽ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട് ഇപ്പോൾ പുതിയത് വെക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സിംഗിൾ ഫേസിനും പകരം 3 ഫേസ് DB വെക്കുന്നതാണ് നല്ലത്. ഭാവിയിൽ നമ്മളത് കുത്തിപ്പൊളിച്ച് മാറ്റി വെക്കുന്നതിനേക്കാൾ ബെറ്റർ ഇപ്പോൾ 3 ഫേസ് DB വെച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് 3 ഫേസ് കണക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ.